400 പാർ എന്ന മുദ്രാവാക്യവുമായി അംഗത്തിനിറങ്ങിയ ബി.ജെ.പിക്ക് എന്നുമെന്ന പോലെ വൻ പ്രതീക്ഷയായിരുന്നു ഉത്തർപ്രദേശ്. എന്നാൽ യോഗിയുടെ ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. ഹിന്ദുത്വ രാഷ്ട്രീയം തുറുപ്പുചീട്ടാക്കി തന്നെയായിരുന്നു ഇത്തവണയും ബി.ജെ.പിയുടെ പ്രചാരണം. എന്നാൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും മധുര ഷാഹി മസ്ജിദ്, ഗ്യാൻവാപ്പി തുടങ്ങിയ വിഷയങ്ങൾ സജീവമാക്കി നിർത്തിയതുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി ഉണ്ടായിരുന്നത്. പക്ഷേ ബി.ജെ.പിക്ക് തെറ്റിപ്പോയി. ഈ പ്രതീക്ഷകളെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഫലമാണ് യു.പിയിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായിക്കൊണ്ട് ലഭിച്ചത്. 2019 അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് ഇന്ത്യ സഖ്യം യു.പിയിൽ ഉടനീളം കാഴ്ചവെച്ചത്. 33 സീറ്റുകളിലാണ് നിലവിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയെ വളരെ വിദഗ്ധമായി നയിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചു അഖിലേഷ് യാദവ്. കോൺഗ്രസ് 7 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതോടെ ഇന്ത്യ സഖ്യത്തിന് 40 സീറ്റായി. അതിൽ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ അഖിലേഷ് യാദവിന്റെയും കൂട്ടുകെട്ട് വളരെയധികം നിർണായകമായി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ എസ് പിക്ക് 5 സീറ്റും കോൺഗ്രസിന് 1 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് നേടിയ മായാവതിയുടെ ബി.എസ്.പിക്ക് ഇത്തവണ 1 സീറ്റിൽ പോലും വിജയിക്കാനായില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ബി.എസ്.പി അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് യു.പിയിൽ ഇന്ന് നമ്മൾ കണ്ടത്. രാഹുൽ അഖിലേഷ് സഖ്യം ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് യു.പിയിൽ കണ്ടതെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ തവണ വാരണാസിയിൽ 3.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ 9,000-ലധികം വോട്ടിന് പിന്നിൽ പോകുന്നത് നമ്മൾ കണ്ടു. PCC അധ്യക്ഷൻ അജയ് റായിയാണ് മോദി നേരിടുന്നത്. വിജയിക്കുമ്പോൾ പോലും പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിന്റെ മുന്നിൽ ഒന്നിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് ശ്രദ്ധേയം. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു പോരിനിറങ്ങിയ സ്മൃതി ഇറാനിയെ കിഷോരിലാൽ ശർമ്മ മലർത്തിയഴിച്ചതും നമ്മൾ ഇന്ന് കണ്ടു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി 3,85,501 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധിക്ക് വളരെയധികം ലീഡ് കൂട്ടാനും സാധിച്ചിട്ടുണ്ട്. രാഹുൽ കൂടുതൽ പ്രസക്തനാകുന്നു. നരേന്ദ്രമോദിക്ക് ഈ വോട്ട് ശതമാനത്തിൽ കുറവ് സംഭവിച്ചതും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്.